കോയമ്പത്തൂരിൽ നെഹ്റു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള കോളേജിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് ഗുണ്ടകളെ വിട്ട് മർദ്ദിച്ചതായി പരാതി. ജിഷ്ണു പ്രണോയിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും വിദ്യാർത്ഥികളുടെ സംരക്ഷണത്തിനായി നടപടികൾ വേണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് കോളേജ് ഒരാഴ്ച അടച്ചിട്ടിരുന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞാണ് കോളേജ് വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇതിനുശേഷമാണ് വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിക്കേണ്ട എന്ന് പറഞ്ഞാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ പാലക്കാട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി BK സുഹൈൽ ചേരുന്നു. സുഹൈൽ, എന്തെല്ലാം കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ പറയുന്നത്? അവരെ എന്തിനാണ് മർദ്ദിച്ചത്? ജിഷ്ണുവിന്റെ മരണത്തെ തുടർന്ന് പാമ്പാടി കോളേജിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ കോയമ്പത്തൂർ നെഹ്റു കോളേജിലും പ്രശ്നങ്ങളും സമരങ്ങളും രൂപപ്പെട്ടിരുന്നു. ഈ സമയത്ത് ഈ സമരങ്ങളെ അടിച്ചൊതുക്കാനായി അന്ന് ചർച്ചയ്ക്കും അതേപോലെ തന്നെ സമവായത്തിനും മാനേജ്മെന്റ് തയ്യാറാകുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത്. കഴിഞ്ഞ 17-ാം തീയതി വിദ്യാർത്ഥികൾ സമരം നടത്തിയ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെയും ഭാഗത്ത് ഒരുമിച്ച് കൂടി ഈ സമരത്തിന് കാരണക്കാരായ ആളുകളുമായുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഈ വിദ്യാർത്ഥി സമരം നടത്തുന്നവരുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചു എന്നുള്ള രൂപത്തിലുള്ള സമ്മതവും ഇവർക്ക് നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം നെഹ്റു കോളേജിലെ തന്നെ തമിഴ് വിദ്യാർത്ഥികളെ ജല്ലിക്കെട്ട് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ് വികാരം രൂപപ്പെടുത്തി മലയാളികൾക്കെതിരെ തമിഴ് വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപം. സമരത്തിന് മുമ്പിൽ നിന്നത് മലയാളി വിദ്യാർത്ഥികളായിരുന്നു. ഈ മലയാളി വിദ്യാർത്ഥികളെ തമിഴ് വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തി മാനേജ്മെന്റ് മർദ്ദിച്ചു എന്നുള്ളതാണ് മലയാളി വിദ്യാർത്ഥികൾ ഇപ്പോൾ നൽകുന്ന. ശരി സുഹൈൽ, ഇപ്പോൾ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് നിങ്ങൾക്ക് മർദ്ദനമേറ്റത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹലോ പറയൂ, കേൾക്കാം. ഞങ്ങൾ അന്ന് ജിഷ്ണു പ്രണോയുടെ കാര്യം പറഞ്ഞിട്ടാണ് അന്ന് സമരം ചെയ്തിരുന്നത്. അതിനുശേഷം മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് എല്ലാ ഒത്തുതീർപ്പിനും തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു. അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാന്ന് പറഞ്ഞ് വിളിച്ചതിന് ശേഷം ഞങ്ങൾ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചു. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള മാനേജ്മെന്റ് ഉറപ്പിലാണ് ഞങ്ങൾ കോളേജിൽ കയറിയത്. പക്ഷേ കോളേജ് കയറിയതിനു ശേഷം പല തവണ ഈ തമിഴ് സ്റ്റുഡൻസ് ജല്ലിക്കെട്ടിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ മാനേജ്മെന്റിനും പ്രിൻസിപ്പളെയും ഒരുപാട് തവണ സൂചിപ്പിച്ചെങ്കിലും പ്രിൻസിപ്പളിന്റെ മുമ്പിൽ നിന്ന് ഇവർ പ്രൊവോക്ക് ചെയ്യുന്നതിനെതിരെ പ്രിൻസിപ്പൾ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഇല്ലാതെ ഞാൻ എല്ലാവരെയും ക്ലാസ്സിൽ കയറ്റിയതിനു ശേഷം എന്തിനാണ് ഞാൻ അവിടുത്തെ PT അധ്യാപകനെ മറ്റുള്ളവരുടെയും പേരിൽ ട്രോൾ ഇറക്കുന്നതെന്ന് പറഞ്ഞിട്ടും എന്തിനാണ് വിദ്യാർത്ഥികൾ സംഘടിക്കുന്നതെന്ന് പറഞ്ഞിട്ടും എന്റെ നേരെ ആക്രമണം ഉണ്ടായി. പക്ഷെ ഇടയ്ക്ക് ഇവർ ജല്ലിക്കെട്ടിന്റെ പേര് വെറുതെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്നെ ഒരു 8 പേര് ചേർന്ന് വളഞ്ഞു നിന്ന് എന്നെ ആക്രമിക്കുകയും ഓടാൻ ശ്രമിച്ചപ്പോൾ എന്നെ ഇടിച്ചു വീഴ്ത്തി അവിടെ നിന്ന് ചവിട്ടുകയും പിന്നെ PT അധ്യാപകന്റെ റൂമിന്റെ മുമ്പിൽ കൊണ്ടുപോയി തല്ലി. ഒരു 10 മിനിറ്റോളം സ്റ്റാഫ്സ് എല്ലാം അവിടെ നോക്കി നിൽക്കാനുണ്ടായത്. ആർക്കും റിയാക്ട് ചെയ്യാനുള്ള ധൈര്യമില്ല. ഇവരെല്ലാം മാനേജ്മെന്റ് സപ്പോർട്ടോടെ കളിക്കുന്നത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം.